കേട്ടോ. നമ്മൾ ആക്സിഡൻറ്റ് അങ്ങനെ ത്രോട്ടിൽ കൊടുക്കുന്നതിന് വണ്ടി തള്ളി പോകും. മോഡലിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്കാണെങ്കിലും വണ്ടി അടിപൊളിയാണ്. കാരണം വേറൊരു എന്തൊക്കെ കൊടുന്ന് വെച്ച് ഇവിടെ നിന്നൊന്നും ഇല്ലാത്തൊരു ഫീല്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവരാണ് നമ്മളെ കൂടെ അല്ലേ. നമ്മൾ സ്ക്വയറിൻ്റെ വീറ്റ് ബില്യൻ എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഈ ഒരു മോഡലിൻ്റെ ഒരു ഫുള്ളി റൈഡിങ് റിവ്യൂ കൂടെ തന്നെ വണ്ടീൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് കാര്യങ്ങൾ വെച്ചിട്ടും അതുപോലെ തന്നെ ആരൊക്കെ ഒരു വണ്ടി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ സംസാരിക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഇവിടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ചെറിയൊരു ഗ്രൗണ്ടാണ്, ചെക്കന്മാർ ചെറുതായിട്ട് കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും എടുക്കണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നല്ല വീഡിയോ എനിക്ക് പെട്ടെന്ന്. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ വണ്ടിയുടെ ഒരു ഫുള്ളി LED സെക്ഷൻ ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ആണെങ്കിലും ടൈൽ ലാമ്പ് ആണ്, ആ ഹെഡ് ലൈറ്റ് മൊത്തം കവർ ചെയ്ത് ഇറക്കുന്ന ആ ഒരു DRയുടെ വേറെ ലുക്ക് തന്നെ നൽകുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു USD ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അലോയ് അത്യാവശ്യം നല്ലൊരു ലുക്കുള്ളൊരു അലോയ് തന്നെ കേട്ടോ. അത്യാവശ്യം എല്ലായിടത്തും മൊത്തത്തിലുള്ള എല്ലാ വർക്കും നല്ലൊരു പ്രീമിയം ആയിട്ടാണ് ഈ ഒരു മോഡലിന് കൊടുത്തിട്ടുള്ളത്. 110 mm ഫ്രണ്ട് ടയറും കൂടാതെ തന്നെ 150 mm ബാക്ക് ടയറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ലുക്ക് പറയുമ്പോൾ ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലൈറ്റും വണ്ടിൻ്റെ ആ ഒരു ഹാൻഡിലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു ലുക്ക്, ഒരു ഫ്രഷ് ലുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ 2 മോഡലുണ്ട്. ഇതൊരു കഫേ റേസറാണ് നമ്മളെ വിറ്റ് ബില്യൻ വരുന്നത്. സ്പാർട്ട് ബില്യൻ എന്ന് പറയുന്ന മോഡൽ നമുക്കൊരു പക്ക ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് ബൈക്കായിട്ടാണ് വരുന്നത്. പിന്നെ ഗൈസ്, ഈ ഒരു മോഡലിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്കാണെങ്കിലും വണ്ടി അടിപൊളിയാണ്. കാരണം വേറൊരു എന്തൊക്കെ കൊടുന്ന് വെച്ച് ഇവിടെ നിന്നൊന്നും ഇല്ലാത്തൊരു ഫീല്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ ആ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കളയണു, നമ്പർ പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് അവിടെ വേറെ സാധനങ്ങൾ വെക്കുന്നു. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഇവിടെ ആയിട്ട് വരുന്നത് പുതിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റില്ല വണ്ടിമേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു വണ്ടിയിലില്ല. നിലവിൽ KTM അതൊക്കെ ഒഴിവാക്കിയിട്ട് KTMൻ്റെ ബ്രാൻഡിൽ വരുന്നത് തന്നെയാണ്. അവരിതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ യൂത്തിൻ്റെ ഇതൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഓൾറെഡി ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടില്ലേ. കൂടാതെ തന്നെ 320 mm ഒരു ഫ്രണ്ട് ഡിസ്കൗണ്ട് വരുന്നത്. കൂടാതെ തന്നെ ഡുവൽ ചാനൽ ABS ആണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ബാക്കിലാണെങ്കിൽ 230 mm ഒരു സിംഗിൾ ഡിസ്ക്കാണ് ബാക്കിൽ വരുന്നത്. ഈ ഒരു മോഡലിൽ നമുക്കൊരു സൂപ്പർ മോട്ടോ മോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബാക്ക് ടയറിൻ്റെ ABSൻ്റെ കണക്ഷന് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിടാനൊരു സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ പക്ക ഒരു മഡ് റൈസർ ഒരു ലുക്കൊക്കെ തന്നെ ഇവിടെ കൊടുക്കുന്നത്. അതൊരു പക്ക ഒരു മഡ് റൈസർ അല്ല, അത് ചെയ്യാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെ തന്നെ സ്പാർട്ട് പൈലിൻ എന്ന് പറഞ്ഞാൽ വേറൊരു മോഡലുണ്ട്. അതാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിലാണ്. അങ്ങനെ വലിയൊരു പക്ക ഒരു ഓഫ് റോഡറൊന്നും പറയുന്നില്ല. എന്നാൽ ഈ ഒരു മോഡൽ പറഞ്ഞാൽ ഒരു സ്പോർട്ടിയാണ്. നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പോർട്ട് ബൈക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, എന്നാൽ ഈ ഒരു ലുക്കൊക്കെ വേണ്ടതെന്നുള്ളവർക്ക് മാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ മോഡലാണ്. അത്യാവശ്യം നല്ല സീറ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി എടുക്കുന്നവർ കുറച്ചൊന്ന് ഓടിച്ച് ഈ ഒരു വണ്ടി ഓക്കെ ആണെന്നതിന് ശേഷം മാത്രം എടുക്കുക. അതല്ല വണ്ടി എടുത്തിട്ട് അയ്യോ എനിക്ക് വണ്ടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് TP കാര്യങ്ങളൊക്കെ എടുത്താൽ പിന്നെ അവർ തിരിച്ചെടുക്കില്ല അത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ ഈ ഒരു വണ്ടിൻ്റെ ഈ ഒരു സൈഡിലെ ലുക്ക്, ടാങ്കിൻ്റെ ഈ ഒരു ലുക്കൊക്കെ അടിപൊളിയായിട്ട് പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ പക്കയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീറ്റ് സംസാരിക്കുമ്പോൾ ഈ ഒരു മോഡലിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റിനെ കേട്ടോ. ഇപ്പോൾ ഹിമാലയൻ്റെ അത്രത്തോളം സോഫ്റ്റ് അല്ല, എന്നാൽ MTൻ്റെ അത്രത്തോളം ഹാർഡും അല്ല. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈഡർ ഓക്കെയാണ്. ഇപ്പോൾ ഈ ഒരു റൈഡിങ് ഫീൽ, ഇപ്പോൾ നമ്മൾ RC 390 V3 ആ ഒരു റൈഡിങ്ങിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഒരു വണ്ടി ഓടിക്കാട്ടോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതല്ല നമുക്കൊരു അപ്രൈഡ് റൈഡിങ് പൊസിഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മറ്റുള്ള ഒരു മോഡലിലേക്ക് പോവുക, ഹോട്ട് പൈൽ എന്ന് പറഞ്ഞ മോഡലിലേക്ക് പോവുക. പിന്നെ പിലിയൻ കംഫർട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് അത്ര വലിയൊരു പിലിയൻ കംഫർട്ട് കാര്യങ്ങളൊന്നുമില്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ഗ്രാബ് റെയിൽ കൊടുത്തിട്ടില്ല ഗായ്സ്. ഒരു കാര്യമായിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ പിടിക്കാനുള്ള സംഭവമൊന്നുമില്ല. അത് ഇവിടെയൊക്കെ വേണ്ടി വരും പിടിക്കാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നമായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ ഒരു പില്ലിയൻ കംഫർട്ട് എനിക്ക് കാര്യമായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതിൻ്റെ മേലെ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബാക്കിൽ നിന്നുള്ള ലുക്കാണെങ്കിലും, ഇപ്പോൾ ഞാൻ LED ടൈലൈറ്റാണ് പറഞ്ഞു, ടൈലൈറ്റിൻ്റെ ആ ഒരു ലുക്ക് ആണെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി പെട്ടെന്ന് കാണുമ്പോൾ, ഈ ഒരു വണ്ടിയെക്കുറിച്ച് അറിയാത്തൊരു ഒരു വണ്ടി കാണുമ്പോൾ ഇതേതൊരു മോഡിഫൈ ചെയ്തൊരു വണ്ടി എന്നൊക്കെയുള്ളൊരു മൈൻഡായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും വരിക. ഇപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ച് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയടി നോക്കുമ്പോൾ ഇതേതൊരു വണ്ടി മോഡിഫൈ ചെയ്തു ഈ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നതിനൊരു ഫീലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിന് നല്ലൊരു റോഡ് ലുക്കിലും അതുപോലെ തന്നെ ആ ഒരു തോന്നലുകൊണ്ടും ഈ ഒരു വണ്ടിക്ക് നല്ലൊരു റോഡ് പ്രസൻസ് തന്നെ ഈ ഒരു മോഡലിന് കൊടുക്കും. അത് വലിയൊരു സംശയമില്ല. അത് കരുതിയിട്ട് ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ആരും ഈ ഒരു വണ്ടി എടുക്കരുത്. കാരണം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നാക്കഡ് സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഒരു ഫീലേ അല്ല. ഇതൊരു കഫേ റേസർ ആയിട്ടുള്ളൊരു മോഡലാണ്. പക്കയാണ്. ഞങ്ങൾക്ക് ഒരു പക്ക സ്പോർട്ടി ഫീൽ തന്നെ ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വണ്ടി.
അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ റേഡിയേറ്റർ സൈഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കണ്ടോ, വണ്ടി ചെറിയൊരു കുട്ടി വണ്ടിയാണ്, പക്ഷേ വണ്ടീൻ്റെ റേഡിയേറ്ററൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ചെറുതായിട്ട് ബൾജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ചെറുതായിട്ട്. പക്ഷേ ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് ചെരിഞ്ഞാലും പെട്ടെന്നൊന്നും സംഭവിക്കില്ല ആ ഒരു ഭാഗത്തേക്കൊന്നും. കൂടെ തന്നെ എഞ്ചിനാണെങ്കിലും നമ്മൾ നിലവിൽ 250cc നമ്മളെ ഡ്യൂക്ക് 250 ഡോമിനർ 250 വരുന്ന ആ സെയിം എഞ്ചിനാണെങ്കിലും വണ്ടീൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഫ്രെയിം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ ഡ്യൂക്കിലൊക്കെ വരുന്ന ആ ഒരു ടൈപ്പിലുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിലവിൽ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ പവർ ടു വെയിറ്റ് റേഷ്യോ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ലൊരു പവർ, ഒരു റോ ഫീൽ ഈ ഒരു മോഡലിൽ കിട്ടും. നമ്മളിപ്പോൾ നിലവിൽ BS3 ഡ്യൂക്കൊക്കെ ഓടിക്കില്ലേ, ആ ഒരു ഡ്യൂക്ക് 390 അല്ലെങ്കിൽ BS3 ഡ്യൂക്ക് 200 ഒക്കെ വന്നപ്പോൾ ആ ഒരു വണ്ടിയിൽ കിട്ടിയിരുന്ന ഫീലൊന്നും BS4 BS6 നമുക്ക് കിട്ടിയില്ല. വണ്ടി കുറച്ചുകൂടെ സ്മൂത്തായി പോയി. എന്നാൽ ഈ ഒരു വണ്ടി കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് റൈസിങ് തന്നെ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ആ ഒരു വൈബ്രേഷനും ആ ഒരു പവർ, ആ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ വണ്ടിൻ്റെ ആ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. കൂടാതെ തന്നെ ഗൈസ് ഈ ഒരു മോഡലിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 248.76cc ലിക്വിഡ് കൂളിംഗ് DO8C എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 30 PS പവർ 9000 RPM. കൂടാതെ 24 Nm ടോർക്ക് 7000 RPM. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വണ്ടിൻ്റെ എക്സോസ്റ്റ് സൈഡ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ MVD ചെറുതായിട്ടൊരു പണിയൊക്കെ തരും. എന്തോന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് നിർത്തിയിട്ട് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇത് കണ്ട ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു എക്സോസ്റ്റിൻ്റെ പോലെ നമുക്ക് തോന്നും. അത് ഞാനാണെങ്കിലും ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇത് പുറത്തുനിന്ന് വെച്ചതാണോ എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു മോഡൽ അതിൽ കമ്പനി തന്നെ കൊടുക്കുന്ന എക്സോസ്റ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. അപ്പോൾ നിലവിൽ വണ്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴും നമ്മൾ അപ്പുറത്ത് കണ്ടതുള്ള ആ ഒരു രീതിയൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു ബാക്ക്, ഒരു ചെയിൻ സോക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ഒരു ചെയിൻ സോക്കറ്റ് തന്നെയാണ് ഈ ഒരു മോഡലിൽ. അതുപോലെ തന്നെ ഡോമിനർ 250 ആ സെയിം എഞ്ചിനാണെങ്കിലും ഈ ഒരു മോഡൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പവർ കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ കാഴ്ചവെക്കുന്നത്. ടോപ്പിൻ്റെ ഏകദേശം നമുക്ക് ഈ ഒരു മോഡൽ നോക്കാൻ ഒരു 130, 140 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടിൻ്റെ ഫസ്റ്റ് ഇനീഷ്യലൊക്കെ അടിപൊളിയാണ്. കാരണം നമ്മളിപ്പോൾ 250 സെഗ്മെൻറ്റിലുള്ള ഏകദേശം എല്ലാ വണ്ടികളും അത്രത്തോളം ഒരു പെർഫോമൻസ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഡോമിനർ 250 അവിടേക്ക് തീരെ മാച്ചില്ല. എന്നാൽ ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂക്ക് 200 ഒക്കെ നല്ലൊരു ഇനീഷ്യൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടും. അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് 2,20,000 മുതൽ 2,30,000 ഇടയിലാണ് ഈ വണ്ടിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ജസ്റ്റ് ഈ ഒരു മോഡൽ ഓടിച്ച് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിൻ്റെ ടാങ്കിൻ്റെ മേലായിട്ട് തന്നെ കേട്ടോ ഇതിൻ്റെ ആ ഒരു കീ സെറ്റ് കൊടുത്തിട്ടുള്ള ഹാൻഡിലിൻ്റെ അവിടെ മില്യൻ എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും അടിപൊളിയായി. എക്സോസ്റ്റ് സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടോളി. നല്ല എക്സോസ്റ്റ് നോട്ട് കേട്ടോ, അടിപൊളി എക്സോസ്റ്റ് നോട്ട് വണ്ടിക്കില്ലേ. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ക്ലച്ച് വിടുന്നതിന് വണ്ടി ഇങ്ങനെ തള്ളുന്നുണ്ട്. വണ്ടി ആ ഒരു ഫീലേ വേറെ അടിപൊളി. ഈ ഒരു മോഡലിൻ്റെ റൈഡിംഗ് പൊസിഷൻ പറയുന്നുണ്ടെങ്കിൽ പക്ക ഒരു RC200 RC390 വരുന്ന ആ ഒരു സെയിം റൈഡിംഗ് പൊസിഷൻ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പക്ക സ്പോർട്ടി ആയിട്ടുള്ള ഫീലാണ്. കോർണറിംഗ് ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ ഓടിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടി കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഒരു അഗ്രസീവ് റൈഡിംഗ് പൊസിഷനൊക്കെ തന്നെ ആണെങ്കിലും ഈ ഒരു മോഡലിൽ നമുക്ക് ടേൺ ചെയ്യുമ്പോഴൊന്നും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ട്രാഫിക്കിലൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. വണ്ടി അങ്ങനെ വലിയ ഭാരമുള്ളൊരു മോഡലൊന്നും കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിറ്റ് എനിക്ക് അത്ര വലിയ സീറ്റായിട്ടൊന്നും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. അത്യാവശ്യം ഒരു NS ഒക്കെ ഓടിച്ച് പരിചയം, അല്ലെങ്കിൽ NS വേണ്ട, ഒരു അത്യാവശ്യം ഹൈറ്റിൽ ഏത് വണ്ടി കയറി ഓടിച്ചുള്ള പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വണ്ടി സിമ്പിളായിട്ട് ഓടിക്കുക. അപ്പോൾ നിലവിൽ ഞാൻ ഓടിച്ചു വന്ന വണ്ടി അതാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ആ വണ്ടിൻ്റെ റൈഡിംഗ് പൊസിഷൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇത് പക്ക ഒരു RCൻ്റെ ഒക്കെ തന്നെ ആ ഒരു റൈഡിംഗ് പൊസിഷൻ തന്നെ ഇതിൽ വരുന്നത്. ടാങ്ക് സൈസില്ലാത്തതുകൊണ്ട് നമുക്ക് കടന്നു ഓടിക്കാൻ കഴിയില്ല എന്ന് മാത്രം. അതെടുത്തിട്ട് ഒരിക്കലും എല്ലാവർക്കും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല കേട്ടോ. നിലവിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടൊരു മോഡലാണ് വേണ്ടത്. കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടൊരു മോഡലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കുറേ ആളുകളുണ്ട് എല്ലാത്തില്ലാത്തൊരു ടൈപ്പ് വണ്ടി, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടികൾ എന്നുള്ള ഒരു മൈൻഡൊക്കെ എല്ലാവർക്കും തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന മോഡലാണത്. വണ്ടി എടുക്കുമ്പോൾ തന്നെ വണ്ടിൻ്റെ ആ ഒരു പവർ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വണ്ടിൻ്റെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു മോഡലിൻ്റെ പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ചെറുതായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ട്. അത് നമുക്കങ്ങനെ നമ്മളങ്ങനെ വെറുപ്പിക്കുന്ന വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ വണ്ടിൻ്റെ പവർ ഫീൽ ചെയ്യുന്ന വൈബ്രേഷൻ വണ്ടിൻ്റെ ഫുഡ് പാക്കിലും ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലച്ചാണെങ്കിൽ നല്ല ലൈറ്റാണ്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിലുള്ളത്. നല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ്. ഒരു പക്ക ഹാർഡും അല്ല, എന്നാൽ പക്ക സോഫ്റ്റ് അല്ല, പക്കയായിട്ട് തന്നെ വീഴുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഓടിച്ചൊരു പറയുകയാണെങ്കിലും ഒരു ന്യൂട്രലിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു ഗിയർ ഇടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്രൽ ചാടുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല.
ബ്രേക്ക് അത്യാവശ്യം നല്ല പൊളി ബ്രേക്ക് തന്നെയാണ് കേട്ടോ. KTMൻ്റെ ആ ഒരു ബ്രേക്കിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ ഒരു ഉരുണ്ട റൗണ്ട് ഷേപ്പിലാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. വണ്ടിൻ്റെ ആ ഒരു ലുക്കിൻ്റെ ആ ഒരു ഫീൽ തന്നെ മീറ്റർ കൺസോൾ സൈഡിലും കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ, അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. RPM, ഹീറ്റ് സെൻസർ കാര്യങ്ങൾ, കൂടാതെ തന്നെ വണ്ടിൻ്റെ ആ ഒരു ഫ്യൂൽ ഗേജ് കാര്യങ്ങൾ, പിന്നെ വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മീറ്റർ കൺസോളിൻ്റെ പുറത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ആ മോഡ്, അതിൽ സൂപ്പർ മോട്ടോ മോഡ് കാര്യമില്ല, സെലക്ട് ചെയ്യാൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സെറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഇതിൽ വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മീറ്റർ കൺസോളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈഡിംഗ് പോസ്റ്റർ ഇഷ്ടമല്ല, ഇതുപോലൊരു വണ്ടി ഇഷ്ടമായി, നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ ലുക്കും മൊത്തം ഇഷ്ടമാണ്, ഇതുപോലൊരു വണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പാർട്ട് പില്ലൻ എന്ന് പറഞ്ഞ മോഡലുണ്ട്, അത് നോക്കാം കേട്ടോ. അത് കുറച്ചുകൂടെ ആ ഒരു റൈഡിംഗ് പൊസിഷൻ അപ്രൈറ്റാണ് വരുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സീറ്റ്. ഇതിൻ്റെ ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ സസ്പെൻഷൻ നമുക്ക് റോഡിലുള്ള എല്ലാ കുണ്ടുകുഴിയും പക്കായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒബ്സർവ് ചെയ്യാൻ കുറച്ച് മടിയില്ല പോലെയാണ്. പക്ഷേ അതാണെങ്കിൽ ഈ വണ്ടിക്ക് കോർണറിങ്ങൊക്കെ അത്യാവശ്യം നല്ലൊരു കോർണറിങ് കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു V3 കോർണറിങ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി കോർണറിങ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 145 mm ആണ്. അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ മോഡലാണ്. എന്നാലും ഇതിൻ്റെ അടിയൊന്നും ഞാനിപ്പോൾ നമ്മളാ ഫസ്റ്റ് വന്ന ഏരിയ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം ഗട്ടറൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അടി തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം 9.5 ലിറ്ററാണ് ഈ വണ്ടിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടീൻ്റെ മൈലേജ് പറയുമ്പോൾ ഏകദേശം 30-35 കിലോമീറ്ററിൻ്റെ ഒക്കെ അടിയിലായിട്ടായിരിക്കും ഈ ഒരു വണ്ടിക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നല്ല ഡീസൻ്റായിട്ട് ഓടിച്ചാൽ ഒരു 35-ന് മേലെയും കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ BS6ലേക്ക് RC 200 അതുപോലെ തന്നെ KTM ഡ്യൂക്ക് 200 ഒക്കെ വന്നപ്പോൾ പവർ കുറച്ച് കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ട്. എന്നാൽ പവറൊന്നും കുറച്ചിട്ടില്ല. ആ ഒരു വണ്ടി കുറച്ച് സ്മൂത്ത് ആയതാണ് എനിക്ക് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതെന്താ വെച്ചാൽ ഈ ഒരു വണ്ടി സ്മൂത്ത് അല്ല, ഇത് അത്യാവശ്യം ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി ആ അടുത്ത് പോകുമ്പോൾ ആ ഒരു പവറിൻ്റെ ഫീൽ എല്ലായിടത്തും നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി റൈഡിംഗ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുഡ് പാക്കൊക്കെ കുറച്ച് ബാക്കോട്ടാണ്, ഒരു പക്ക സ്പോർട്ടി ആയിട്ടുള്ള ഫീൽ തന്നെ ഉണ്ടോ. അതിപ്പോൾ നമ്മൾ സ്പാർട്ട് പാലിൽ എന്ന് പറഞ്ഞ മോഡലിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഒരു സ്പോർട്ടി റൈഡിംഗ് പോസ്റ്ററിനൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ലോങ് റൈഡിന് കുറച്ചുകൂടി ഒരു കംഫർട്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ സ്പാർട്ട് പാലിൽ എന്ന് പറഞ്ഞ മോഡലിൽ നിന്ന് കിട്ടും. കാരണം അതിൻ്റെ ഒരു സിംഗിൾ ഹാൻഡിൽ ബാറാണ്, ഇതാണ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ്. അപ്പോൾ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറിൽ ഉപരി ഇതൊരു പക്ക അഗ്രസീവായിട്ടുള്ള റൈഡിംഗ് പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡിൽ കുറച്ചുകൂടി നല്ല കംഫർട്ട് തരുന്നത് മറ്റു മോഡൽ തന്നെയാണ്. വണ്ടിൻ്റെ പവർ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വണ്ടി അത്യാവശ്യം നല്ല പിക്കാട്ടോ. നമ്മൾ ആക്സിഡൻറ്റ് ത്രോട്ടിൽ കൊടുക്കുന്നതിന് വണ്ടി തള്ളി പോകുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, പുതിയൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയല്ല, നമുക്ക് അത്രത്തോളം റഷായിട്ട് ഓടിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഇപ്പോൾ കൂട്ടുകാരനാണ്. അപ്പോൾ ഒരിക്കലും നമുക്കുണ്ടാവും അവന് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും വേറെ ആളെ വേണ്ടിയിട്ട് നമ്മൾ പൊളിച്ചടിക്ക് ഓടിക്കാൻ പാടില്ല. ഷോറൂം ടെസ്റ്റ് ഡ്രൈവ് വണ്ടി തന്നെ ഓക്കെ നമുക്ക് ഓടിക്കാം, കാരണം ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിട്ട് ഇറക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഇതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിഞ്ഞ് അധികം വൈകാതെ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പക്കയായിട്ടില്ല ഇതിൻ്റെ ഒരു ലോങ് റൈഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞു ഈ ഒരു വണ്ടിക്ക് അത്രത്തോളം ഹെവി ടോപ്പിൻ്റെ കാര്യങ്ങൾ കിട്ടില്ല എന്നല്ലേ. കിട്ടില്ല എന്ന് പറയാൻ കാരണം ഈ ഒരു വണ്ടിൻ്റെ ഡിസൈൻ തന്നെയാണ്, ഒരു പക്ക എയറോഡൈനാമിക്കലായിട്ടുള്ളൊരു ഡിസൈൻ അല്ല ഈ ഒരു മോഡലിനുള്ളത്. അപ്പോൾ എനിക്ക് ഇനി ഈ ഒരു മോഡൽ എടുക്കാൻ പോകുന്നവരോടാണ് പറയാറ്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു വണ്ടി ലുക്ക് കണ്ടിട്ട് ഒറ്റയടിക്ക് ചാടിപ്പോയി എടുക്കരുത്. തീർച്ചയായും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നിങ്ങൾക്ക് പറ്റിയ വണ്ടി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. കാരണം ടോപ്പിൻ്റെ കുറവാണ് ഈ ഒരു മോഡൽ. അതിൽ സ്മാർട്ട് വീലിയൻ എന്ന് പറഞ്ഞ മോഡലാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം ലോങ് റൈഡ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. എന്നാൽ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രസീവ് റൈഡിംഗ് പൊസിഷനാണ്. അപ്പോൾ ആ റൈഡിംഗ് പൊസിഷൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം പോയിട്ട് എടുക്കുക. കൂടാതെ അത്യാവശ്യം സീറ്റ് ഹൈറ്റിലുള്ള മോഡലാണ്. അപ്പോൾ സീറ്റ് ഹൈറ്റൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് ഓക്കെ എന്നതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നിലവിൽ ഡ്യൂക്ക് 250 അല്ലെങ്കിൽ 250 സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഇനീഷ്യൽ ഒരു മോഡലാണ്. വണ്ടി ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലത്. അപ്പോൾ ഒരു 100 ഒക്കെ കയറാൻ സിമ്പിളായിട്ട് തന്നെ കയറും. നമുക്ക് ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യാം. ചെക്കന് 100 ഒന്നൊരു വിഷയമല്ല, സിമ്പിളായിട്ട് തന്നെ കയറിപ്പോവും. എന്നാൽ ആ ഒരു ഡിസൈന് കാര്യങ്ങളൊന്നും പക്ക ഒരു വിൻ ബ്ലാസ്റ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ ടോപ്പിൻ്റെ തത്വമല്ല.
അപ്പോൾ ഗൈസ് ഇത്തരത്തിലുള്ളൊന്നും നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്.